ഭഗവാന്റെ നാമം 100 തവണ ഉരുവിട്ടതുകൊണ്ടായില്ല. ആത്മാർത്ഥമായി ഒരു തവണ ഉരുവിട്ടാലും അത് യഥാർത്ഥ ഭക്തൻ തന്നെ. നാരദ മഹർഷിയെ ഭഗവാൻ പഠിപ്പിച്ച ഈ പാഠം ഒന്ന് കേട്ടുനോക്കൂ. ഭാരതീയ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനും മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായും നാരദർ അറിയപ്പെടുന്നു. നാരദൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാനവരാശിക്ക് ജ്ഞാനം പ്രദാനം ചെയ്യുന്നവൻ എന്നാണ്. സദാസമയവും നാരായണ നാരായണ എന്ന് ഉരുവിട്ടുകൊണ്ട് നടക്കുന്ന നാരദർക്ക് തൻ്റെ വിഷ്ണുഭക്തിയെക്കുറിച്ച് വലിയ അഭിമാനവും അഹങ്കാരവും ആയിരുന്നു. തന്നേക്കാൾ വലിയൊരു വിഷ്ണുഭക്തൻ വേറെ എവിടെയും ഉണ്ടാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ. പതിവ് സന്ദർശനം പോലെ ഒരു ദിവസം നാരദൻ മഹാവിഷ്ണുവിനെ സന്ദർശിക്കാൻ വൈകുണ്ഠത്തിലെത്തി. സംഭാഷണം മധ്യേ അദ്ദേഹം തൻ്റെ വിഷ്ണുഭക്തിയെപ്പറ്റി ധാരാളം പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്നു. തന്നേക്കാൾ വലിയൊരു വിഷ്ണുഭക്തൻ ഇല്ല എന്ന് സ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഭഗവാൻ എല്ലാം കേട്ടുകൊണ്ട് മന്ദഹസിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം നാരദനോട് ഇപ്രകാരം പറഞ്ഞു: ശ്രീ എന്നൊരു ഗ്രാമത്തിൽ വലിയൊരു ഭക്തനുണ്ട്, അവനെ പോയി കണ്ടിട്ടു വരൂ എന്ന്. അങ്ങനെ നാരദൻ പതിവ് പോലെ തൻ്റെ വീണയുമെടുത്ത് ശ്രീപുരം ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് ആ ഭക്തനെ അന്വേഷിച്ചപ്പോൾ അയാൾ ഒരു സാധാരണ കൃഷിക്കാരനാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിനു ശേഷം ആ കർഷകനോടൊപ്പം ഒരു ദിവസം തങ്ങുവാൻ നാരദർ അനുവാദം ചോദിച്ചു. കർഷകൻ സന്തോഷത്തോടെ അത് സമ്മതിക്കുകയും ചെയ്തു. ആ ഒരു ദിവസം മുഴുവൻ കർഷകനോടൊപ്പം കഴിഞ്ഞിട്ടും അദ്ദേഹം ഒരു തവണ പോലും നാരായണനാമം ജപിക്കുന്നത് നാരദർക്ക് കാണാനായില്ല. പക്ഷേ അന്ന് രാത്രി കർഷകൻ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപായി 3 തവണ നാരായണ 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 എന്ന് ഉരുവിടുന്നത് നാരദർ ശ്രദ്ധിച്ചു. അങ്ങനെ തിരിച്ച് വൈകുണ്ഠത്തിൽ എത്തിയ നാരദർ വിഷ്ണു ഭഗവാനോട് ചോദിച്ചു: ഒരു ദിവസം രാത്രി നേരത്തു മാത്രം 3 തവണ നാരായണ മന്ത്രം ഉരുവിടുന്ന ആൾ എങ്ങനെയാണ് ഏറ്റവും വലിയ വിഷ്ണു ഭക്തനാകുന്നത്? കർഷകനോടുള്ള പുച്ഛം ആ വാക്കുകളിൽ പ്രകടമായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ഈ കാണുന്ന എണ്ണക്കുടം എടുത്തുകൊണ്ട് ഒരു തവണ വൈകുണ്ഠത്തെ പ്രദക്ഷിണം വെച്ചു വരിക. എണ്ണ തുളുമ്പാൻ പാടില്ല. ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന മട്ടിൽ നാരദർ എണ്ണക്കുടം കയ്യിൽ പിടിച്ച് തുളുമ്പാതെ ശ്രദ്ധയോടെ വൈകുണ്ഠം വലം വെച്ചു തിരിച്ചു വന്നു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു: എണ്ണ തുളുമ്പിയില്ലല്ലോ, പക്ഷേ ഈ പ്രദക്ഷിണത്തിനിടയ്ക്ക് എത്ര തവണ നീ എൻ്റെ നാമം ഉരുവിട്ടു എന്ന്? എണ്ണ തുളുമ്പാതെ നോക്കുന്നതിനിടയിൽ താങ്കൾ ഒരു തവണയെങ്കിലും എന്നെ സ്മരിച്ചില്ലല്ലോ. കർഷകനാകട്ടെ കഠിനാധ്വാനം കഴിഞ്ഞ് ഉറങ്ങാൻ നേരം ആത്മാർത്ഥതയോടും ഭക്തിയോടും ഒരു തവണയെങ്കിലും എന്നെ സ്മരിച്ചില്ലേ? അപ്പോൾ കർഷകൻ വലിയൊരു ഭക്തൻ തന്നെയല്ലേ? നാരദർക്ക് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു. അഹങ്കാരം വെടിഞ്ഞ് വളരെ വിനയത്തോടു കൂടിയാണ് അന്ന് വൈകുണ്ഠത്തിൽ നിന്ന് നാരദർ മടങ്ങിയത്. മനസ്സും ശരീരവും ഈശ്വരനിൽ അർപ്പിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് പകരം സ്വന്തം ഭക്തിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരുന്നു നാരദർ ദൈവനാമം ഉരുവിട്ടുകൊണ്ടിരുന്നത്.